ഹലോ എവരി വൺ. അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പ് ഡേ 1 സ്റ്റാർട്ടായി. രാവിലെ ഞങ്ങൾ ബസ് കയറി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് നമ്മൾ ആര്യൻസിൽ കയറി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും തിരിച്ചു കയറി. ഞാൻ പെട്ടെന്ന് പറയുന്നത് കാരണം വലുതായിട്ട് ലാഗടിപ്പിച്ച് ബോറടിക്കില്ലല്ലോ വെച്ചിട്ട് ദഹനോട് ഡാൻസ് തുടങ്ങി. ഇതാണ് കുഞ്ഞുട്ടൻ, നമ്മുടെ ലിജിയാൻ്റെ മോനാണ്. അവനായിരുന്നു എൻ്റെ കൂടെ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുള്ള് അത് എന്താ പറയുക, രാവിലെ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ കുറേ നേരം ഊട്ടി എത്ര വരെ ട്രാവലിങ് തന്നെയായിരുന്നു, ബസ്സിലായിരുന്നു ഫുൾ ടൈം. ആ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയോ നമ്മൾ ഇറങ്ങി, പക്ഷെ അവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ രണ്ടുപേരും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് മറ്റേ ചോരൊക്കെ കയറി ഒരു കൂണൂരെത്തി. അങ്ങനെ തന്നെ മെയിൻ സ്ഥലത്തിന് അതന്നെ. എന്നിട്ട് അങ്ങനെ അവിടെ ഞങ്ങളിങ്ങനെ സ്റ്റോപ്പായിട്ടപ്പോൾ ട്രെയിനിന് നമ്മൾ പതുക്കെ ഇങ്ങനെ പോയി. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വെയിറ്റിംഗ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. എല്ലാവരും കൂടി ഇങ്ങനെ ഇനി അടുത്ത് നമുക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് എന്നാൽ ബൈ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോവുക. ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോയത്. ബസ്സിട്ട സ്ഥലത്തേക്ക് നടക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിട്ട സ്ഥലമല്ല, നമ്മൾ എന്താണ് സിംസ് ഗാർഡൻ എന്നായിരുന്നു ഈ ഗാർഡൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഗാർഡൻ, ഞാൻ മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്, പക്ഷേ ഇത് അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗാർഡൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതിൽ അങ്ങനെ നടന്ന് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത്. അതും പറയണോ, എൻ്റെ ഫോണിൻ്റെ ക്യാമറ നേരെ ബാക്ക് ക്യാമറ ഇതുവരെയായിട്ട് എൻ്റെ ക്യാമറ ബ്ലറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ആട്ടെ. അങ്ങനെ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നെ കാണുന്നില്ല പറഞ്ഞിട്ട് അമ്മേനെയും കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ ഇത് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുള്ള് ഞാനൊക്കെ ഇങ്ങനെ നല്ല എന്താ ഭംഗി, നമ്മുടെ വീട്ടിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഇത്ര ഭംഗിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ അവിടെ ഒരു ശ്രദ്ധിച്ചത്. അത് ആക്ച്വലി ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അവിടെ ബാക്കിൽ കണ്ടോ അത്. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അത് കൂടെ ഒക്കെ നടന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കണ്ടത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് അടിപൊളിയാണ്. ഫുള്ള് എന്താ പറയുക, ഞാൻ ഇതിനെക്കുറിച്ച് വലുതായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ഫുള്ള് ഫ്ലവേഴ്സ് തന്നെയാണ്. പിന്നെ അത് മേക്കിങ്ങും പിന്നെ അതിൻ്റെ സെറ്റ് ചെയ്തേക്കുന്ന രീതി കാണാനാണ് അതിൻ്റെ ആ ഒരു ഭംഗി. അതാ ഞാൻ പറഞ്ഞ ആ ഫോട്ടോ. ഞങ്ങളങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്ന് ഫോട്ടോയ്ക്ക് പോസൊക്കെ കൊടുത്ത് ആളും ഈ ലവ് ഒക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ഇതില്ലേ, അതിൻ്റെ ഐഡിയ അവിടുത്തെ ആ ഫോട്ടോ എടുക്കുന്ന അങ്കിൾ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, അമ്മ അതാ ഫോണും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്, കോളൊക്കെ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറാം എന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല കയറ്റമുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ നീ നടക്കുക എന്ന് പറഞ്ഞു. ഇത് പക്ഷേ ഫുൾ വീഡിയോ ഉണ്ട് ഇത് നടന്ന് കയറുന്നത്, പക്ഷേ എനിക്കത് ഫുൾ ഇടാൻ വയ്യ, കാരണം എൻ്റെ ഓരോ കോപ്പറേറ്റിംഗ് നടന്ന് നിങ്ങൾ ചിരിക്കും. അതന്നെ, എനിക്ക് ഇതന്നെ കയറിയിട്ട് മതിയായി. അങ്ങനെ അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മുകളിൽ ചെന്നെത്തി. എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഈ സ്റ്റെപ്പ് നീ കയറി വന്നത് ഫുള്ള് വീഡിയോ എടുക്കുക, അത് കഴിഞ്ഞ് ബാക്കി നീ എന്താ കാണിക്കണേ. ഞാൻ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു, പക്ഷേ വീഡിയോയിൽ അതങ്ങോട്ട് അങ്ങോട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എൻ്റെ എന്തോ ഒരു സംഭവമാണ്. കുഴപ്പമില്ല, നല്ലൊരു എന്താ പറയുക, 1 ടൈം സ്റ്റേ പോലെ നല്ല രസമാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ ബാത്റൂം, ബെഡ്റൂം, അങ്ങനെ എല്ലാ റൂം എങ്ങനെയാണ് അതൊക്കെ. ഞാൻ പിന്നെ അതിപ്പോൾ അമ്മ വരും. അതാവുന്നു. അങ്ങനെ ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങിയത്, ഇതിൻ്റെ അപ്പുറത്തെ റൂമിലാണ് കിടന്നുറങ്ങിയത്.
ഇതൊക്കെയാണ് കുട്ടിപ്പിള്ളേഴ്സുകൾ സംഘങ്ങളുണ്ടായിരുന്നത്. എനിക്കൊരു കുറച്ച് കമ്പനിക്ക്, പിന്നെ കുറച്ച് പേരൊക്കെ, പിന്നെ കൂടുതൽ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൻറ്റിമാരതേ ഈ ഇതൊക്കെ ഉണ്ട്, ഇവരൊക്കെ അങ്ങനെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൻറ്റിമാർ അങ്കിൾമാരൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ, ആ സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ചിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇത് ഫുള്ളിങ്ങനെ വ്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറേ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും ആൻറ്റിമാർക്കൊക്കെ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചായ കുടിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല. അപ്പോൾ ഇവർ ചായയൊക്കെ വാങ്ങി കുടിച്ചു. അവിടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങനെ അവർ ടീയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു. ഇവിടെ കുഞ്ഞുട്ട് നൈസായിട്ട് സൈഡിലിരുന്നിട്ട് ഫുഡ് കഴിക്കലായി. അപ്പോൾ പിന്നെ ഞാൻ സൈഡിൽ കുറച്ചും കൂടി മാറി നിൽക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി വ്യൂ കിട്ടണമുണ്ട്. അപ്പോൾ അവിടുത്തെ സൺസെറ്റിംഗ് ഒക്കെ ഇങ്ങനെ എടുത്ത്, സൺസെറ്റൊന്നുമില്ല ഫുള്ളായിട്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചെന്ന് നടന്നു. ചായയൊക്കെ കൂടി അവൻ ചോക്കോപ്പൈയൊക്കെയാണ് നിന്നത്. അപ്പോൾ അവൻ്റെ ചോക്കോപ്പൈയൊക്കെ കഴിക്കലും അമ്മയുടെയും ആൻറ്റിമാരൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയായി ഗൈസ്. അങ്ങനെ രാത്രിയായി. ഞങ്ങളല്ല, ഇവിടെ അങ്കിൾമാരെല്ലാവരും കൂടിയിട്ട് സബോള, നാരങ്ങ, തക്കാളി എന്നുള്ള എല്ലാവിധ സാധനങ്ങളും കൂട്ടിയിരിക്കണത് കണ്ടു. ഞാനിത് എന്താ ഒരു പരിപാടിയെന്ന് നോക്കിയപ്പോണ്ട് അങ്കിൾ സൂപ്പറായിട്ടായിരിക്കണു. ഞാനും വിചാരിച്ചു അങ്കിളിങ്ങനെ ഇത്ര സൂപ്പറായിട്ടായിരിക്കണേ. അപ്പം അങ്കിളുടെ അടുത്ത് ചോദിച്ചു ഞാൻ, അങ്കിൾ ആൻറ്റി അല്ലേ വീട്ടിൽ കുക്ക് ചെയ്യാറ്? അപ്പോൾ അങ്കിള് പറയാണ്, എൻ്റെ കുട്ടനെ ഞാൻ എന്താ അടുക്കളയിൽ കയറ്റാറില്ല, ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ് എന്നൊക്കെ. അപ്പം ഞാൻ ഇത്രയും സ്നേഹമുള്ള അങ്കിള്. അങ്ങനെ അങ്കിള് ഭയങ്കര ഭയങ്കര ഇതാട്ടോ, ഞാൻ പോലും ഇങ്ങനെ ഇരിക്കില്ല. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊരു സലാഡ് രൂപത്തിലാക്കി. എന്നിട്ട് അതിൽ മറ്റേ ഉപ്പും മുളക്, മറ്റേ മുളക് ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുട്ടീസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ സലാഡൊക്കെ കഴിച്ചു. പിന്നെ ഡാൻസുകളായി. എല്ലാവരും നമ്മൾ തൊഴുന്നുണ്ട് ഗേസ്. അങ്ങനെ ഇതിൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാണ് വോയിസ് കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ കിടന്നുറങ്ങണമെന്നുണ്ട്, പക്ഷേ ആരും കിടന്നുറങ്ങുന്നുമില്ല. കണ്ണൊക്കെ ചൊറിയാൻ തുടങ്ങി. അവസാനം ഞാൻ കിടക്കാൻ പോവാണ് ഗൈസ്. മതി, ബൈ ബൈ ഗൈസ്, നാളെ കാണാം, ടാറ്റാ.